അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മോളിവുഡിൽ നിന്ന് വരാനിരിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമകളെ കുറിച്ചാണ്. ട്രസ്റ്റ് മീ. ഈ ലിസ്റ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇത്രയും പടങ്ങൾ വരാനിരിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. കാരണം ഏറ്റവും കൂടുതൽ പാൻ ഇന്ത്യൻ പടങ്ങൾ വരുന്നത് മോളിവുഡിൽ നിന്നാണ് ഈ വർഷം. അത്രയേറെ സിനിമകളുണ്ട്. ആ ലിസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യത്തെ പടം ഈ മാസം തന്നെ ഒരു പാൻ ഇന്ത്യൻ പടം വരുന്നുണ്ട്. ആടുജീവിതം. ബ്ലെസ്സിയുടെ ഡ്രീം പ്രൊജക്റ്റ് ആണ്. പൃഥ്വിരാജ് നല്ലപോലെ കഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ ഒരു പടത്തിൽ. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ട്രെയിലറൊക്കെ കിടിലനായിരുന്നു. ട്രെയിലറിന്റെ അവസാനം വരുന്ന സാൻഡ് സ്റ്റോമിന്റെ സീനൊക്കെ വേറൊരു മലയാള സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല. നോവൽ കണക്ട് ആയതുപോലെ സിനിമയും കണക്ട് ആയാൽ ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധ നേടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ആടുജീവിതം. അടുത്തതായിട്ട് മെയ്യിൽ റിലീസാകുന്ന ലാലേട്ടന്റെ ബറോസ് ആണ്. പുള്ളിക്കാരൻ തന്നെയാണ് ഡയറക്ഷൻ. ഏകദേശം 10 ലാംഗ്വേജിൽ ഇറക്കുന്ന ഒരു പടമാണ് ബറോസ്. ജിജോ പൊന്നൂസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ഡി ഗാമ ട്രഷർ എന്ന നോവലിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു പടമാണ്. ഈ ഒരു പടത്തിൽ മിക്ക ആളുകളും ഒരു പ്രതീക്ഷയില്ലാതാണ് ഇരിക്കുന്നത്. കാരണം ലാലേട്ടന്റെ അടുത്ത ബോംബെന്നൊക്കെ പറഞ്ഞാണ് കുറെ ഗ്രൂപ്പ്സിലൊക്കെ കണ്ടത്. ഇതിന്റെ ടീസറൊക്കെ വരുമ്പോൾ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും. മൊത്തത്തിൽ എഴുതി തള്ളാൻ പറ്റില്ലല്ലോ. സിനിമയാണ്, എന്ത് വേണേലും സംഭവിക്കാം. ഈ ഒരു പടം അഥവാ പോസിറ്റീവ് ആണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന പടം ചിലപ്പോൾ ഇതായിരിക്കും. അപ്പൊ അടുത്ത പടം ARM, അജയന്റെ രണ്ടാം മോഷണം. ടൊവിനോ ട്രിപ്പിൾ റോളിൽ വരുന്ന ഒരു പടമാണ്. 3 കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. മേ ബി ഒരു ഫോർക്ലോർ ഫാന്റസി പടമാകാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല വിഷ്വൽ ട്രീറ്റ് ആകുമെന്ന് ഇതിന്റെ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ടൊവിനോയ്ക്ക് കുറച്ചുകൂടെ ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ സാധ്യതയുള്ള ഒരു പടം കൂടിയാണ് അജയന്റെ രണ്ടാം മോഷണം. 4ാമത്തെ പടം കത്തനാർ. ശരിക്കും ഒരു ഞെട്ടലായിരുന്നു ഇതിന്റെ ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഒട്ടും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ടീസർ കണ്ടു കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. കിടിലൻ ക്വാളിറ്റി, നല്ലൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പാൻ ഇന്ത്യൻ ലെവലിൽ കയറി കത്താൻ പറ്റുന്ന ഒരു പടമാണ് കത്തനാർ. 5ാമത്തെ പടം എമ്പുരാൻ. ഇപ്പോൾ ലാലേട്ടൻ ഫാൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് എമ്പുരാനായിരിക്കും. കാരണം ലാലേട്ടന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പടം ഇതാണ്. 2024 ഡിസംബറിലായിരിക്കും ഇതിന്റെ റിലീസ് എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്തായാലും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ രണ്ടാം വരവനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു 5 പടങ്ങളാണ് മോളിവുഡിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ ലെവലായിട്ട് ഇറങ്ങുന്ന ഫിലിംസ്. ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. പിന്നെ നിങ്ങൾക്ക് ഏത് പടമാണ്, ഏത് ഫിലിമിനാണ് നിങ്ങൾ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നും കൂടെ കമന്റ് ചെയ്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.